ശ്രീരാഗം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു വിളക്ക് ക്ലീനിങ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നിലവിളക്കും അതിൻ്റെ തട്ടം, കിണ്ടി എന്നിവ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോയാണ്. ഞാൻ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നതെന്ന് മാത്രമാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ്. ആ പൗഡർ 45 രൂപ വില വരുന്ന ഒരു പൗഡർ ഉപയോഗിച്ച് മാത്രമാണ് ഞാൻ എൻ്റെ നിലവിളക്കും കിണ്ടിയും തട്ടവും എല്ലാം വൃത്തിയാക്കുന്നത് കേട്ടോ. അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് തേണ്ട ഇതുപോലെ നമ്മൾ നിലവിളക്ക് അതിൻ്റെ തിരി എടുത്ത് മാറ്റിയ ശേഷം എണ്ണ പകർത്തി നമ്മൾ മാറ്റി വയ്ക്കുള്ളൂ മിച്ചമുള്ളത്. അതിനുശേഷം നമ്മളൊരു ചെറിയൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ ആദ്യം നിലവിളക്കും തട്ടോ എല്ലാം നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കും കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ സാധാരണ സോപ്പ് പൊടി അല്ല സോപ്പോ നമ്മൾ പാത്രം തേക്കാൻ ഉപയോഗിക്കില്ല, അതുപോലെ ഇതാണ് പൗഡർ. പീതാംബരി എന്നാണ് ഈ പൗഡറിൻ്റെ പേര് കേട്ടോ. 45 രൂപയാണ് മാർക്കറ്റിൽ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഈ പൗഡർ ഇതുപോലെ ഒരു ഇച്ചിരി എടുക്കുക. നമ്മൾ സാധാരണ പാത്രം തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രബ്ബറുണ്ട്. അപ്പോൾ നിലവിളക്ക് തേക്കാനായിട്ട് തന്നെ നമ്മളൊരു സ്ക്രബ്ബർ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സ്ക്രബ്ബറിൽ ജസ്റ്റ് അതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ സാധാ പാത്രം തേക്കുന്ന പോലെ തന്നെ ഈ തട്ടമൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ബിഫോറും ആഫ്റ്ററും ഉള്ള ഫോട്ടോസ് ഞാൻ കാണിച്ചാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പാകത്തിൻ്റെ രീതി തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട്, ഫോണിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ്, പതിവ് പോലെ തന്നെ. അപ്പം അതിലെന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എങ്കിലും ഏറെക്കുറെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. പക്ഷെ നല്ല കളർ വരും. ഈ ഒരു പൗഡർ മാത്രം മതി. വേറെ നമ്മൾ ഇതിൻ്റെ കൂടെ നാരങ്ങാനീരോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ ഒന്നും തേക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ഞാനൊന്ന് വിളക്ക് തേച്ച് കൊടുക്കുന്നുണ്ട്, തട്ടവും തേച്ച് കൊടുക്കുന്നുണ്ട്, കിണ്ടിയെല്ലാം ഇതുപോലെ നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. തേച്ച് കഴുകി അപ്പോൾ നമ്മുടെ വിളക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. പീതാംബരിയുടെ പൗഡർ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കഴുകി എടുത്തേക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ കണ്ടിരുന്ന നിലവിളക്കും തട്ടവും ഒക്കെ നല്ല പുത്തം പോലെ ആയിട്ടുണ്ട്. ഞാൻ എല്ലാ വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ ഞാൻ നിലവിളക്കും കിണ്ടിയെല്ലാം തേച്ച് വെക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം നിലവിളക്ക് തേച്ച് കഴുകി വെക്കും. എന്നിട്ട് സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കും. ഇത് കഴുകിയതിന് ശേഷം വിളക്ക് ഒരുക്കുന്ന ഒരു ചെറിയ പ്രൊസീജിയറും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പം വിളക്ക് ഒരുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ 2-3 ദിവസമായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല. ഫോണിൽ സ്റ്റോറേജ് സ്പേസ് കുറവായതുകൊണ്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. വീണ്ടും ഇതുപോലെയുള്ള യൂസ്ഫുള്ളായ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ തട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോ. നമ്മളിത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോ നോക്കിക്കേ, എന്ത് വ്യത്യാസമായി നോക്കിക്കേ രണ്ടും തമ്മിൽ. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.